UAE-യിൽ നിന്ന് പ്രസന്നയുടെ ചോദ്യമാണ്. ഡോക്ടർ സോയയുമായുള്ള സംഭാഷണത്തിനിടയിൽ താങ്കൾ ശ്രീ വിഷ്ണു സഹസ്രനാമം ഉദ്ധരിച്ച് വളരെ ആകർഷകമായി സംസാരിച്ചത് കണ്ടു. താങ്കളുടെ വാക്കുകളിലൂടെ സരസ്വതി വിലാസങ്ങളിലൂടെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിലെ ആന്തരികമായ ജ്ഞാനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. സാധ്യമെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തെയും ലളിതാ സഹസ്രനാമത്തെയും കുറിച്ച് ചെറിയ വീഡിയോയിൽ വിശദീകരിച്ച് തരാമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം കഥ, അർത്ഥം, അതിൻ്റെ അദ്ഭുത ശക്തി എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാം. ലളിതാ സഹസ്രനാമം അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടിന്യൂഷനായിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. വിഷ്ണു സഹസ്രനാമത്തിന് പിന്നിലെ കഥ ഹിന്ദു മതത്തിലെ ഏറ്റവും ദിവ്യമായ ഗ്രന്ഥങ്ങളായിട്ടുള്ള വിഷ്ണു സഹസ്രനാമം കണക്കാക്കപ്പെടുന്നതിൻ്റെ ഒരു കഥ. ഭഗവാൻ വിഷ്ണുവിന് 1000 നാമങ്ങൾ, അതിൽ അടങ്ങിയിരിക്കുന്നത് ഓരോ നാമവും ആഴത്തിലുള്ള ആത്മീയ അർത്ഥത്തോടുകൂടി പവിത്രമായ ഗുണങ്ങൾ നിറഞ്ഞ് ഇരിക്കുന്ന വിഷ്ണുവിൻ്റെ ഈ നാമങ്ങൾ നിത്യവും ജപിക്കുന്നത് നമ്മുടെ വേദാന്തകോ ബ്രാഹ്മണ സത്ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധനസമൃദ്ധ ശൂദ്ര സുഖമാപ്നിയാത്നാണ്. എന്തിനു വേണ്ടി ഇത് ജപിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരാളുടെ അവരവരുടെ ഗുണങ്ങളനുസരിച്ച് അവരവരുടെ ആവശ്യങ്ങളനുസരിച്ച് അതിനുള്ള ഗുണം കിട്ടുന്നതാവും ഈ നാമം ചൊല്ലുന്നത്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് തരാൻ ഉതകുന്നതാണ് വിഷ്ണു സഹസ്രനാമം എന്നാണ് പിന്നെ ഭീഷ്മരിൽ നിന്നും ധർമ്മപുത്ര ഇത് കേട്ടപ്പോൾ ധർമ്മപുത്ര എന്തിനാണിത് ഞാൻ പഠിക്കുന്നത് ചൊല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉത്തരമായിട്ട് പറയുന്നത്. രംഗം ഓർമ്മയുണ്ടല്ലോ, മഹാഭാരത യുദ്ധം കഴിഞ്ഞു, ധർമ്മപുത്രർ രാജാവായി വാഴാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള അഡ്വൈസസ് ചോദിച്ച് കൃഷ്ണൻ്റെ അടുത്ത് പോകുമ്പോൾ കൃഷ്ണനാണ് അവിടെ മരണാസന്ന നിലയിൽ മരണത്തെ കാത്തുകിടക്കുന്ന, ഏകദേശം സെപ്റ്റംബർ നവംബർ സമയത്തൊക്കെയാണ്. അത് കഴിഞ്ഞ് ജനുവരി വരെ കാത്തു നിൽക്കണം. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് മരണം ജനുവരി 14 ശേഷം, ഈ സംക്രമണം കഴിഞ്ഞിട്ട് മതി, സംക്രാന്തി കഴിഞ്ഞിട്ട് മതി എന്ന് സ്വയം വരം നേടിയിട്ടുള്ള ഭീഷ്മരോട് പോയി ചോദിക്കാൻ പറയാം. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണന് കൃത്യമായിട്ട് അറിയാം വിഷ്ണുവിൻ്റെ സഹസ്രനാമാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതെന്ന്. സ്വന്തം മുഖത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത് ആ പണി ഏൽപ്പിച്ചിരിക്കുകയാണ് വേണമെങ്കിൽ നമ്മുടെ ഭീഷ്മരെ എന്ന് പറയാം. അങ്ങനെ വളരെ ഭക്തിഭാവത്തോടു കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ ധർമ്മപുത്രർ ചോദിക്കുകയാണ്, ഇതെന്തിനാണ് ഞാൻ ചൊല്ലുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനു ചൊല്ലണം. അതിന് കാരണമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭക്തി മാത്രം അല്ല, ഓരോ കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയെടുക്കാനാണിത് എന്ന് പറയുന്നത്. നിരന്തരമായ മനസാന്നിധ്യം ഉണ്ടാക്കാൻ, സമാധാനം ഉണ്ടാക്കാൻ, ദൈവികപരമായിട്ടുള്ള സംരക്ഷണം കിട്ടാൻ, ജനന മരണങ്ങളുടെ അനന്തമായ ദുരിതങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടാൻ, ഇതിനൊക്കെ സാധിക്കുന്നതാണ് എന്ന് ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഭീഷ്മർ. മഹാകാവ്യങ്ങൾ മഹാഭാരതത്തിൽ നിന്നാണ് വിഷ്ണു സഹസ്രനാമം ഇപ്പം മനസ്സിലായല്ലോ. ഈ അവസ്ഥയിൽ മഹത്തായ ശ്ലോകത്തിൻ്റെ ഒരു സിംഹാസനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു രക്തച്ചൊരിച്ചിലിന് ശേഷം കുറ്റബോധം അനുഭവിക്കുന്ന ധർമ്മപുത്രരെ മോക്ഷപ്രാപ്തി തരാൻ വേണ്ടിയിട്ട് ഭീഷ്മർ പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അതിരില്ലാത്ത ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതിനു മുമ്പ് യുധിഷ്ഠിർ പറയുന്നത്, ധർമ്മപുത്രർ പറയുന്നത്, ഞാൻ ഈ ചെയ്ത പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ വനവാസത്തിന് പോവാണ് എന്നൊക്കെയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞത്, നീ 7 ജന്മം എടുത്താലും ഇത് തീരില്ല, അതിന് പകരം ഭീഷ്മരോട് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറഞ്ഞു തരുന്നു. അപ്പം 7 ജന്മങ്ങൾക്ക് ശേഷം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു മോക്ഷം കിട്ടാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ മതി എന്നാണ്. അപ്പോൾ ഇതാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയ ഉന്നമനത്തിന് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ നാമങ്ങൾ ചൊല്ലുക എന്നുള്ളത്. ആ നാമം ചൊല്ലലല്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടുന്നതാണ്. കർമ്മമാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കുക. കാരണം ഇതൊക്കെ നടക്കുന്നത് ഭഗവത്ഗീതയുടെ മഹാഭാരത യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭഗവത്ഗീതയാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം നിങ്ങളുടെ മനസ്സിനെയും
ശരീരത്തെയും ആത്മാവിനെയും കർമ്മത്തെയും ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഗുണം. അതുകൊണ്ടാണ് വേദാന്തകോ ബ്രാഹ്മണ, പഠിക്കുന്ന ആൾക്ക് അതിന് ഉപയോഗിക്കാൻ സാധിക്കും. ക്ഷത്രിയോ വിജയി ഭവേത്, വിജയത്തിന് സാധിക്കും. കർമ്മമാണ് ഇവിടെയൊക്കെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കാം. പവിത്രമായ നാമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന നെഗറ്റിവിറ്റിയൊക്കെ പോയിട്ട് പോസിറ്റീവായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം മനസ്സിലാക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് കർമ്മത്തിനാണോ പ്രാധാന്യം, ഏത് കർമ്മത്തിനാണോ ഇറങ്ങി പുറപ്പെടുന്നത്, അപ്പോഴൊക്കെ നമുക്കതിനെ ചൊല്ലാം. ഏത് കർമ്മത്തിനും നമ്മളെ ഉദകിപ്പിക്കാൻ എപ്പോഴാണ് മരുന്ന് കഴിക്കേണ്ടത്, എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ചോദിക്കുന്ന പോലെയാണ്. ആത്മീയമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഉത്തേജനത്തിന് ഒരു ഭക്തിയുള്ള ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ മെഡിസിനാണ്, വിറ്റമിൻ ടാബ്ലറ്റാണ് വിഷ്ണു സഹസ്രനാമം മനസ്സിലാക്കാം. ആചാരാനുഷ്ഠാനങ്ങൾക്കും ആത്മശുദ്ധിക്കും ഏത് സമയവും നല്ലതാണ്. പക്ഷെ ചില സമയങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു സത്സംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർക്ക് കൂടാൻ വേണ്ടി ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് പോലെ. സ്കൂളിൽ പഠിക്കാൻ എപ്പോഴാണ് നല്ലതെന്ന് വെച്ചാൽ ഏത് സമയത്തും പഠിക്കാം. രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് സരസ്വതി മുഹൂർത്തത്തിലാണ് നല്ലതാണെന്ന് പറയും, ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് നല്ലതെന്ന് പറയും. പക്ഷെ എന്ന് വെച്ച് ബ്രഹ്മ മുഹൂർത്തത്തിൽ സ്കൂൾ തുറക്കാൻ പറ്റുമോ? ഇല്ല, 9 മണിക്കാ തുറക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടം എപ്പോഴാണോ, ഏത് സമയത്താണോ ചൊല്ലേണ്ടത്, എങ്ങനെയാണോ ചൊല്ലേണ്ടത്, ഇതൊക്കെ ധ്യാനത്തിന്റെ ഭാഗമാണ്. രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് കണ്ണടച്ചിരുന്നിട്ട് ചൊല്ലിയാലേ ഗുണം ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഉറക്കം തൂങ്ങിയിട്ട് പകല് പണി ചെയ്യാണ്ടിരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇല്ല. ജോലി ചെയ്യുന്നതാണ് പ്രാധാന്യം. അതിനുള്ള ഊർജം കിട്ടാനാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നത് ശാരീരികമായ ആരോഗ്യം കിട്ടാനാണെങ്കിൽ മാനസികമായ, ആത്മീയമായ, സാമൂഹികമായ ഒരു കെട്ടുറപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരം നാമങ്ങളൊക്കെ. നന്ദി, നമസ്കാരം.